ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ സുഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസം വീഡിയോ എടുത്ത, അപ്പോൾ 3 ദിവസം വീഡിയോ എടുത്ത, അപ്പം വീഡിയോ ഇടണം എന്ന് വിചാരിക്കും, പിന്നെ ഭയങ്കര തിരക്കാവും, പിന്നെ ഇതാവും. കാരണം കുറേ പഠിക്കാനുണ്ട് കേട്ടോ. മാർച്ചിൽ മറ്റേ പരീക്ഷയുണ്ട്, അപ്പം അതിൻ്റെയൊക്കെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് വീഡിയോ ഒന്നും നടക്കില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മുട്ടായിട്ട് ശരി ഇന്നലെ വെച്ചാണ് മറന്നുപോയി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് സ്പെഷ്യലാണ്. കാരണം നമ്മൾ സാധാരണ ബ്ലോഗല്ല, സാധാരണ കളറിങ് അല്ല, നമ്മൾ iPhone 17 Pro Max നമുക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ മറ്റേ പേടിലൊന്നും വരില്ല. ഒരു പേപ്പറും ഇങ്ങനെ കാർഡ്ബോർഡൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു iPhone 17 Pro ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഇല്ല, എൻ്റെ അടുത്ത് 3 ഇതിൻ്റെ പെട്ടിയുണ്ട് കേട്ടോ. ഫോണിൻ്റെ ഇതില്ലേ, ഗ്ലാസിൻ്റെ പെട്ടി നോക്കും. ഇതിൽ മുറിച്ചാൽ കുറച്ച് സ്ട്രോങ് ആണ് ഈ പെട്ടി. അപ്പോൾ ഇത് മുറിച്ചിട്ട് ഐഫോണിൻ്റെ ആക്രിതിൽ മുറിച്ചെടുത്തിട്ട് അതിന് മുകളിൽ വെച്ച് ലാസ്റ്റ് A4 ഷീറ്റ് വെച്ച് പൊതിഞ്ഞാൽ കറക്റ്റ് iPhone 16 Pro Max കിട്ടി, 17 Pro Max കിട്ടി. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ചെയ്യും. ഇപ്പോൾ തൽക്കാലം നമുക്ക് പേപ്പറിൽ വെച്ച് കളർ അടിച്ചിട്ട് ചെയ്യാം. സോപ്പാവൊന്നുമല്ല, കാരണം ഇതില്ല. എൻ്റെ അടുത്ത് ക്രയോൺസ് മാത്രമേ ഉള്ളൂ, വേറെ മറ്റേ സ്കെച്ചൊന്നുമില്ല. സ്കെച്ച് ഉണ്ടായിരുന്നു, സ്കെച്ച് വേറൊരാവശ്യത്തിന് എടുത്തുകൊണ്ടിരുന്നുണ്ട്. ആരോന്നല്ല, വേറൊരാവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് ഒരാക്കിന്. അപ്പോൾ അത് കിട്ടണം. ഓക്കെ ഗൈസ്, അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാൻ വൈകിപ്പിക്കണ്ട. അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മുടെ ക്യാമറ ഇവിടെ ആയിരിക്കും സെറ്റ് ചെയ്യാം, കിടക്കുമ്പോൾ തന്നെ സെറ്റ് ചെയ്യാം. ഇവിടുത്തെ കിടക്കൊന്ന് തിരിച്ചിട്ടു കണ്ടോ. അപ്പോൾ തിരിച്ചിട്ടുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി വീഡിയോ എടുക്കാം. ഇങ്ങനെ നമുക്ക് നേരെ വീട്ടിലേക്ക് എടുക്കാം. ഫസ്റ്റ് നമുക്ക് കളർ വേണം, പിന്നെ വേണ്ടത് A4 ആണ്. ലെറ്റ്സ് ഗോ. ഇവിടെ A4 ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ മൂഞ്ചി. ഓക്കെ, ഉണ്ടായാൽ മതി. ഉണ്ട് ഇതാ, ഒരു വലിയ പേപ്പറുണ്ട്, ഒരു A4 ഉണ്ട്. ഈ പേപ്പറുണ്ട്, നമുക്ക് A4 മതി. ഓക്കെ, A4 ഒരാവശ്യത്തിന് വാങ്ങി വെച്ചാണ് ഞാൻ. ഇതാ A4, ഇതാ ഒരു A4 മതി ആൾക്കാരോ. നമുക്ക് ഫോണിൻ്റെ ഷേപ്പിലേക്ക് മടക്കി എടുക്കണം ഈ സാധനത്തിന്. iPhone 17 ഇത്ര വേണമുണ്ടോ എനിക്ക് അത്ര ഒരു ഐഡിയ ഇല്ല. സാധാരണ ഫോൺ വെച്ച് നോക്കട്ടെ ടെസ്റ്റ് ചെയ്യാൻ. സാധാരണ ഫോണിൻ്റെ വലുപ്പത്തിൽ ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഫോണിൻ്റെ വലുപ്പത്തിൽ ഉണ്ടാക്കാം. 17 Pro. ഫ്ലോപ്പൊന്നും അറിയില്ല കേട്ടോ, ഞാൻ ഉണ്ടാക്കിയിട്ടിരുന്നതായിട്ടും ആദ്യമായിരുന്നത്. അപ്പോൾ ഇത്രയും വലുപ്പമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യണം എത്രത്തോളം വലുപ്പമാണെന്ന്. ഫോണിൻ്റെ ആകത്തിൽ മുറിച്ചെടുക്കണം, അതാണ് പണി. ഇപ്പോൾ ഇവിടെ എവിടെയും ഒരു കത്രിക ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടാകുന്നില്ല. ഞമ്മൊരു കത്രിക എടുത്തിട്ടുണ്ട് കേട്ടോ. കത്രിക കൂടെ ഇല്ല, പുറത്ത് പോയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സിസർ ഇവിടെ എത്തി, കത്രിക എത്തി. അപ്പോൾ കത്രിക എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. കാരണം അധികം നേരം പോകണ്ട, അതാണ് നല്ലത്. നേരം വൈകുന്നോറും വീഡിയോ വെറുതെ ഇങ്ങനെ ടൈം വേസ്റ്റ് ആവും. അപ്പോൾ ഇതാ നമുക്കിനി മുറിച്ചെടുക്കാം. മുറിക്കാനായിട്ട് നമ്മൾ പോകണം. ഇതെങ്ങനെ ഉണ്ടാക്കുക, എനിക്കൊരു ഐഡിയ ഇല്ല. ഒരു ഐഡിയ എനിക്കില്ല. ഗ്ലൂ ഉണ്ട് ഇവിടെ, ഗ്ലൂ ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക ഗൈസ്. ഇവിടെ ഒരു ഗ്ലൂ ഉണ്ടില്ല, നോക്കാം തപ്പിക്കോട്ടെ. ഇവിടെ വേണ്ട ഇതൊരു സാധനം കിട്ടില്ല. ഓക്കെ, ഗ്ലൂ ഉണ്ട് കേട്ടോ ഭാഗത്തിന്. പക്ഷേ ഇത് കിട്ടുമെന്നറിയില്ല. സമയം മറ്റേ ഗ്ലൂ ആണെങ്കിൽ അവർക്കെന്ന ഗ്ലൂ ഉണ്ടാവുമോ നടക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ പ്രതീക്ഷ ഒന്നുമില്ല. അപ്പം കിട്ടുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ യൂട്യൂബിലൊന്നും നോക്കിയിട്ടില്ല അങ്ങനെ ഉണ്ടാക്കുമെന്ന്. വെറുതെ ഒരു ഇതുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് അളന്നെടുക്കാനായിട്ട് ഫോണിൻ്റെ ഷേപ്പിൽ മുറിച്ചെടുക്കാം. പക്ഷേ ഫസ്റ്റ് ഇത് മുറിച്ചെടുക്കണം. നമുക്ക് ഇത് ഇവിടെ മടക്കിയെടുക്കാം, എന്നിട്ട് ഇവിടുന്ന് മുറിച്ചെടുക്കാം, നേരെ മുറിച്ചെടുക്കാം. ഫ്ലോപ്പായാൽ ഒന്നും ചെയ്യാനാവില്ല. ഫ്ലോപ്പാണ്ടെന്നാൽ മതി എന്ന് എൻ്റെ പ്രാർത്ഥന. കാരണം ഫ്ലോപ്പായി പോയാൽ എല്ലാം മൂഞ്ചും. അതുകൊണ്ട് കറക്റ്റ് ഷേപ്പിൽ തന്നെ മുറിച്ചെടുക്കാം നമുക്ക്. ഓക്കെ, ഇത് ഏറ്റവും വലിയ വലുപ്പമൊന്നും വേണ്ട, ചെറിയ ഐഫോണിൻ്റെ അങ്ങനെ വലുപ്പം അത്ര വലുപ്പമായി. ഫസ്റ്റ് നമുക്ക് ഫുള്ളാக മുറിച്ചെടുക്കാം. ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വലുപ്പമില്ലാക്കാം. നമുക്ക് 2-3 ഉണ്ടാക്കാം. ഇപ്പോൾ തൽക്കാലം ഒന്ന് തന്നെ ആവും നോക്കട്ടെ. അപ്പോൾ അതാണ് ഞാൻ നോക്കുന്നത്. നേരെ 2-3 ഉണ്ടാക്കാനാവില്ല. ഓക്കെ, ഇത് ഫോണിനെക്കാട്ട് ഇത്രയും വലുപ്പം കൂടുതലാണ്. പക്ഷേ ഐഫോൺ കുറച്ച് വലുപ്പം ഇല്ലേ, അതുകൊണ്ട് ഇത് കുറച്ച് ചെറുതായി പോകുന്ന അറിയില്ല. ഇനി അത് സാറില്ല, നമുക്ക് ഇത്ര മതി. ജസ്റ്റ് ഊഹത്തിന് ഉണ്ടാക്കി നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അവിടെ മറ്റേ സാധനം ഉണ്ടാക്കും, നമ്മൾ കാർഡ്ബോർഡൊക്കെ മുറിച്ച് നമുക്ക് ഉണ്ടാക്കാം ഒരു വീഡിയോ. പക്ഷെ ഇപ്പോൾ നടക്കില്ല. നമുക്ക് സ്കെച്ച് വേണം, സ്കെച്ച് ഞാൻ സംഘടിപ്പിക്കട്ടെ, അതിന് ശേഷം നമുക്ക് ചെയ്യാം. സ്കെച്ച് കളറാണ്. ക്രയോണിൻ്റെ വലിയ പ്രതീക്ഷയൊന്നുമില്ല, ക്രയോൺ ഉണ്ടാവുമെന്നൊക്കെ തോന്നുന്നില്ല. പിന്നെ വാട്ടർ കളർ ഉണ്ട്, യൂസ് ചെയ്യാനായിട്ട് എന്തോ ആയിട്ടുണ്ട്. അത് ചിലപ്പോൾ അത് വാട്ടർ കളർ ഒന്നും ആവില്ല, രസം ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ഇനി നമ്മൾ ഫോണിൻ്റെ ഷേപ്പിൽ അല്ല, ഫോണിൻ്റെ വണ്ണത്തിൽ മുറിച്ചെടുക്കണം. ഐഫോൺ എത്ര വലുപ്പം ഉണ്ടാവും മിക്കവാറും 17 എത്ര വലുപ്പം ഉണ്ടാവും എന്നാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ സാധാരണ ഫോണിൽ വെച്ച് നോക്കുമ്പോൾ ഇത്ര വലുപ്പമുണ്ട്. അപ്പോൾ ഐഫോൺ ഇതിനെക്കാട്ടും കുറച്ച് ചെറുതായിരിക്കുമോ അല്ലെ വലുതായിരിക്കുമോ ഒന്നും എനിക്കറിയില്ല. ഓക്കെ, ഇത്ര വണ്ണം വേണം. ഇത്ര വണ്ണം വേണം. കറക്റ്റാണ്, വലിയ കുഴപ്പമൊന്നുമില്ല.
ഓക്കെ നമുക്കിതുകൊണ്ട് അളന്ന് വെക്കാം പേപ്പർ, നാളെ മുറിക്കാനുള്ളൂ. ഓക്കെ 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 ഇവിടുത്തെ വളവ് പോകുന്നതിന് മുമ്പേ മുറിക്കാം. കത്രികയുടെ ഓ കുടുങ്ങി പേപ്പറേക്ക്. ഓക്കെ ലെറ്റ്സ് ഗോ ഗോ ഗോ. അങ്ങനെ തന്നെ മുറിക്കട്ടെ. അപ്പം ഇതാ ഗായ്സ് നമ്മളിതാ മുറിച്ചതാ ഒരു ഫോണിൻ്റെ ഷേപ്പിലാക്കി അടിച്ചിട്ടുണ്ട്. ഇനി ഈ സാധനത്തിന് എന്തൊക്കെയോ ചെയ്യണം, അതൊന്നും എനിക്കറിയില്ല. ഇത് ഒട്ടിച്ചെടുക്കണോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്തെടുക്കണോ? ചില ആൾക്കാർ ഇങ്ങനെ ആക്കി നോക്കണം, പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും വേണ്ട. സാധാരണ ഫോൺ മതി. നമുക്ക് ഇതിനുള്ളിൽ വേറെ പേപ്പർ വെക്കണം, അല്ലാണ്ട് ഇത് സ്ട്രോങ് ആയിട്ട് നിൽക്കില്ല. കുറച്ച് സ്ട്രോങ് അല്ല വേണ്ടേ സാധനത്തിന്. അപ്പോൾ ഇത് ഒരേ ഷേപ്പിൽ മുറിച്ചെടുക്കട്ടെ. അതങ്ങനെ മുറിക്കാൻ നമുക്കറിയില്ല, എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ വലിയ യൂട്യൂബിൽ നോക്കിയിട്ടൊന്നുമല്ല ചെയ്യുന്നത് കേട്ടോ, ഞാനൊരു എൻ്റെ ഉദാഹരണം ചെയ്യുന്നതാണ്. ഓക്കെ കുറച്ച് സ്ട്രോങ്ങിന് വേണ്ടിയിട്ടാണ് ഉള്ളിൽ പേപ്പർ വെക്കുന്നത്. ഓക്കെ ഈ ഉള്ളിലത്തെ പേപ്പർ മുറിച്ചെടുക്കണം. ഓക്കെ നമുക്ക് ഇതൊരു ഫോണാക്കിയിട്ട് എടുക്കുക, 2 ഫോണാവാനും. ഏതായിരുന്നു മറ്റേ പേപ്പർ തീരുന്നില്ല ഇപ്പോൾ. ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കാം ഫസ്റ്റ്. ഇത് വണ്ണം കൊല്ലം കുഴപ്പമില്ല, കുറച്ച് ഉള്ളിലത്തല്ലേ. ഉള്ളിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് ഫോൺ വേണ്ടതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് സ്ട്രോങ് ആയിട്ട് ഉള്ളിൽ വേണം, കട്ടി വേണ്ടിയിട്ടാണ്. ഓക്കെ പുറത്തൊക്കെ കാണാത്ത രീതിയിലാക്കി വെക്കാം. ഓക്കെ ലെറ്റ്സ് സെറ്റ്. അപ്പോൾ ഇതാ ഇങ്ങനെ ആക്കുമ്പോൾ വളഞ്ഞാലും പോകുന്നത്. നമുക്കുള്ളിൽ കാർബോർഡ് വെച്ചാലേ ഗൈസ്. അതാ അയച്ച് കാർബോർഡിന് ഒട്ടി നിൽക്കില്ല, കാരണം അങ്ങനത്തെ പശയൊന്നുമല്ല എനിക്ക് ഉള്ളത്. പശയില്ല എൻ്റെ അടുത്ത്, വേറെ പോയി പശയാണുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തെടുക്കാം. നമുക്ക് അടുത്തുള്ള ഇത് മുറിച്ചിട്ടുണ്ടാക്കിയും ഇപ്പം അത് നടക്കൂല എന്തായാലും, കാരണം ഇപ്പം അതിനുള്ള ടൈമൊന്നും ഇല്ല ഇവിടെ. ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഇരിക്കുമ്പോൾ ചെയ്ത് നോക്കുന്നത്. നമുക്ക് തൽക്കാലം പേപ്പർ കൊണ്ട് ചെയ്യാം, നമുക്ക് വേറെ രക്ഷയൊന്നും ഇല്ല എന്നെക്കൊണ്ട്. ഓക്കെ ജസ്റ്റ് നമുക്ക് തേച്ചെടുക്കാം പശ. അതിൽ പശ വേണ്ട ഗൈസ്, പശയിലാണ് തേച്ചെടുക്കുക ഞാനിത്. ഇതൊന്ന് ചെയ്യപ്പോൾ ഗൈസ്, ഇതിൽ പശ മുന്നോട്ടേക്ക് വരുന്നില്ലല്ലോ, മൊത്തം സ്റ്റെക്കായി പോയിരുന്നു. നമുക്ക് ഇത് മൊത്തം പുറത്തെടുക്കാം പശേനെ. ഇത് എടുക്കാൻ കോമ്പസ് വേണ്ട വരും. എന്തൊക്കെയാണ് സഹിക്കേണ്ടത് ഗൈസ്. ഒരു സാധനം ആ ടൂത്ത്പിക്കിൻ്റെ ഇവിടെ കൊണ്ട് കുത്തിയെടുക്കാം ഗൈസ്. ഇത് മുകളിലേക്ക് കളകി വരുന്നില്ല കേട്ടോ സാധനം. ഒരു കഷ്ണം അതാ കിട്ടി. നമുക്കിത് കുറച്ച് തേക്കാം. ഇത് കട്ട പിടിച്ച് വീട്ടില്ലല്ലോ, കട്ട പിടിച്ച് എൻ്റെ കാര്യം പോക്കാണ്. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നില്ല ഗൈസ്. ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും നമുക്ക് തരണം. ഇതേപോലത്തെ വീഡിയോസ് ഡെയിലി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ആരും ഇപ്പം ആരും കമൻറ്റ് ചെയ്തില്ല, എല്ലാവരും കമൻറ്റ് ചെയ്യുകയും ആരും ഇപ്പോൾ കമൻറ്റ് ചെയ്തില്ല കേട്ടോ. ആകെ ഒരാളായിട്ട് കമൻറ്റ് ചെയ്യുന്നു ഇപ്പോൾ. ഓക്കെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അവിടെ പോയി ഗൈസ്, നിങ്ങളെല്ലാം കമൻറ്റ് ചെയ്യും വന്നിട്ട്. ഓക്കെ ഇപ്പം ഞാൻ ചെയ്യുമെന്ന് എനിക്ക് ഞാനിപ്പോൾ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് എനിക്ക് തന്നെ തിരിയുന്നില്ല. കാരണം ഇതാ ഒരു പശ പോലൊക്കെ മര്യാദക്കൊടില്ല. ഇപ്പോൾ ഒന്നും ചെയ്യുക ഗൈസ്. ഇതാണ് ഒലക്കമ്മൻ്റെ ഒരു പശുവാണ്, അല്ല പശു എന്ന് പറയുന്നത്, പശയാണ് എടുത്തുള്ളത്. ഓക്കെ ഈ പശ കൊണ്ട് ഒട്ടും എന്നൊക്കെ തോന്നുന്നില്ല ഗൈസ്, തോന്നുന്നില്ല. ജസ്റ്റ് ഒന്ന് വരച്ച് ഇവിടെ ക്ലിയർ ആക്കി എടുക്കാം. ഓക്കെ ഈ പശ ഒട്ടും നമുക്ക് വല്ല പ്രതീക്ഷയൊന്നും ഇല്ല ഇത് ഫ്ലോപ്പാവോ ഇത് വർക്കൗട്ടാവോ ഒന്നും എനിക്കറിയാം. ഇതിൻ്റെ ബോഡി ഫസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. കളറിങ് നമുക്ക് എങ്ങനെയും ചെയ്യാൻ ഇതിൻ്റെ ബോഡി ഉണ്ടാക്കിയെടുക്കാനാണ് പണി. ഓക്കെ കാർബോർഡിൽ വെച്ച് നമുക്ക് റിയാലിറ്റി പോലത്തെ അടുത്ത വീഡിയോ ചെയ്തെടുക്കാം. റിയാലിറ്റി പോലൊന്നും കിട്ടുന്നില്ല, വേറെ കാര്യം. ഓക്കെ നമുക്ക് ഈ ഭാഗം ഒട്ടിച്ചെടുക്കാം, മറ്റേ ഭാഗം പറഞ്ഞിട്ട് അവിടെ ഒട്ടിക്കാം. ഓക്കെ ഇത് കറക്റ്റ് അടാക്കി വെച്ചിട്ട് ഇങ്ങോട്ട് ചടയാം. ലെറ്റ്സ് സ്റ്റോ എന്ന് പറയുന്നത് ലെറ്റ്സ് ഗോ. ഓക്കെ അപ്പം ഒരു ഭാഗം ഇങ്ങനെയൊക്കെയോ ചെയ്തെടുത്തിട്ടുണ്ട്, നമുക്ക് മറ്റേ ഭാഗം കൂടി ചെയ്തങ്ങോട്ട് എടുക്കാം. ഓക്കെ മറ്റേ അപ്പുറത്തെ ഭാഗം ഒട്ടിയിട്ടുണ്ട്, ഇനി ഇപ്പുറത്തെ ഭാഗമാണ്. അതിന് പറഞ്ഞു വരുമൊന്നും നമുക്കറിയില്ല. ഈ പശ തീർക്കണ്ട, കാരണം ഇത് പല പല ആവശ്യത്തിന് ഈ പശ വേണം. നമുക്ക് അടുത്ത വീട്ടിൽ ഗ്ലൂ വാങ്ങണം, പിന്നെ സ്കെച്ച് വേണം. എന്നിട്ട് നമുക്ക് ആ കാർബോർഡ് ഉണ്ടാക്കാൻ പറ്റും. അല്ലാണ്ട് ഈ പശ ഒന്നും കാർബോർഡ് മേലെ ഒട്ടില്ല, ഇതെല്ലാം പേപ്പർ ഒട്ടിക്കുന്ന പശയാണ്. മറ്റേ സ്റ്റിക്ക് ഗ്ലൂ സ്റ്റിക്ക് എന്നാണ് എൻ്റെ പേര് പശേൻ്റെ. ഓക്കെ സ്റ്റിക്ക് പോലത്തെയാണുള്ളത്. ടൂത്ത് പിക്ക് ഉള്ളതുകൊണ്ട് ഇപ്പം ടൂത്ത് പിക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചെടുക്കാം. നിങ്ങൾക്ക് എന്താ ചെയ്യുക ഗൈസ്, എൻ്റെ കൈ കൊണ്ട് ഉടച്ചേക്കേണ്ടത്. ഞാൻ ഈ കൈമലാക്കിയ പിന്നെ പശ എന്തോ ഒരു പശയാണിത്, അതുകൊണ്ട് ഇത് കൈമലാക്കിയ മര്യാദയ്ക്ക് പോകില്ല, അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഇത്രയും 9 മിനിറ്റ് വീഡിയോ നമുക്ക് വേഗം ചെയ്തെടുക്കാം, കാരണം പകുതി പോലും ഇതായിട്ടില്ല. കളറിങ് കൈ തന്നെയുള്ളൂ, കാരണം വീഡിയോ കുറേ നേരം ലേറ്റ് ആക്കണ്ട, പിന്നെ അത് അപ്ലോഡ് ചെയ്യുമ്പം അപ്ലോഡ് ആവില്ല, അതാ കുഴപ്പം. അപ്ലോഡ് ആവും പക്ഷേ കുറേ ടൈം എടുക്കൊണ്ടാണ്, അതുകൊണ്ട് വീഡിയോ അധികം ലെങ്ത് ആക്കാത്തത് ഞാൻ. ഓക്കെ ഇനി കുറച്ചും കൂടി തേക്കാനുണ്ട്, അതും കൂടി തേച്ചാൽ ഫിനിഷ്. പിന്നെ നമുക്ക് കളറിങ് ചെയ്യാനുള്ള പണിയിലേക്ക് കിടക്കാം. ഇതെന്ത് ഐഫോണായി മാറുമെന്ന് എനിക്കൊന്നും ഒരു ഐഡിയ ഇല്ല. കുറേ പശ എടുത്തു പോയി, കുറച്ച് ഇതിൽ തന്നെ ആക്കട്ടെ. കുറേ പശൻ്റെ ആവശ്യം നമുക്ക് ആൾക്കാരോടില്ല. ഓക്കെ ഇനി ഈ ഭാഗം കൂടി ചെയ്താൽ ഇവിടെ കംപ്ലീറ്റ് ആയി.
ഓടിക്കഴിഞ്ഞാൽ നമ്മളെ പണി ഇവിടെ തുടങ്ങാം. എന്ത് പണി ഗൈസ്? നമ്മളെ കളറിങ് ചെയ്യുന്ന പണി. ഓക്കെ, നമുക്ക് ജസ്റ്റും കൂടി ഇവിടെ നിന്ന് ഒന്നും കൂടി സ്കെയിൽ വെച്ച് കട്ട് ചെയ്യണം, കാരണം ഇവിടെ തീരെ കട്ട് പോരാ, കട്ട് കയറിയിട്ടില്ല. ഓക്കെ, ഇത് ഒട്ടി ഞാൻ വിചാരിക്കുന്നത്, ആരെങ്കിലും പറിച്ചും എടുത്തിക്കാണെങ്കിൽ നല്ല രസം ഉണ്ടാവും. ഈ ഭാഗം തീരെ ഒട്ടിയിട്ടില്ല. അത് ഓക്കെ ഗൈസ്, ഇത് ഒട്ടിയിട്ടൊന്നുമില്ല. ഇതെന്താ? അപ്പം ഇതേതാ ഭാഗമോ? ബുക്ക് പോലെ ഉണ്ട്. ഇപ്പോൾ ഇതാ 4 പേജിലെ ബുക്ക് പോലെ ഉണ്ട്. അപ്പം ഒരു ഭാഗം കൂടി ഒട്ടിക്കാനുണ്ട്, അങ്ങോട്ട് ഒട്ടിക്കട്ടെ. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് ഗൈസ്? ഒരു ഐഡിയ എനിക്കില്ല. ഓക്കെ, ഇവിടെ ഒരു ഭാഗമുള്ള ശ്രദ്ധിച്ചില്ല കേട്ടോ. പിന്നെ ഒരു ഭാഗം ഉണ്ട് ഒട്ടിക്കാൻ. അതൊക്കെ 2 ഭാഗം വന്നത്. അപ്പുറത്തോ ഒട്ടിച്ചിട്ടില്ല ഇനി. പിന്നെ ഇതേ സ്ഥലം പശ തീർന്നു കേട്ടോ. ഇവിടെ പശ തീർന്നിട്ട് പശ അപ്പുറത്ത് കൂടെ വരുന്നു. ഓക്കെ, ഇത് 2 ഭാഗത്തും കൂടി പശ അയച്ചിട്ട് അങ്ങ് ഇതായി കളയാം, ഇതേ ഒട്ടിച്ചളയാം. ഓ, തൊട്ടുന്നില്ല സാധനം. ഓക്കെ, അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യും, കമൻറ്റ് എല്ലാം ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഐഫോൺ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യും. എനിക്കിത് വലിയ ഐഡിയ ഒന്നുമില്ല, കാരണം ഞാൻ യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടുമില്ല. ഒരു ഊഹത്തിന് ഞാൻ തന്നെ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് വേറെ ഐഡിയ ഒന്നുമില്ല. എന്താ എവിടെ അവസാനിക്കുമെന്ന് അറിയില്ല ഇത്, കാരണം അങ്ങനത്തെ കോലായി തോന്നുന്നു. കുറച്ചുകൂടി തേക്കാനുണ്ട് പശ. ഈ പശ തേക്കലാണ് ഏറ്റവും ടാസ്ക്. ഇത് കൈ ഇട്ടിട്ടില്ല, വെറുതെ ടൈം നോക്കണ്ട. അപ്പോൾ പശേൻ്റെ പണി കഴിഞ്ഞു, നമുക്ക് നേരെ ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഐഫോൺസ് ഉണ്ടായി. നമുക്ക് ഇവിടെ ഇങ്ങനെ സമയം എഴുതാം, ബാക്കിൽ ക്യാമറയാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. നമുക്ക് ഈ ഭാഗത്ത് ക്യാമറ എടുക്കാം. ഫസ്റ്റ് ഇതൊന്ന് കട്ട് എടുക്കട്ടെ, റെഡിയാക്കി എടുക്കട്ടെ. ഇനി നമ്മുടെ വരുന്ന പ്രധാന പണി എന്ന് വെച്ചാൽ വരക്കലാണ്. എനിക്കൊരു ഐഡിയ ഇല്ല, കാരണം ഞാൻ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ, വെറുതെ ഇങ്ങനെ എൻ്റെ ഐഫോണിൻ്റെ ഇത് നോക്കട്ടെ ടെസ്റ്റ്. രണ്ട് കുളമായി പോയിട്ട് കൈയല്ല. ഫസ്റ്റ് നമുക്ക് പെൻസിൽ വെച്ച് വരച്ചെടുക്കാം, അല്ലെങ്കിൽ ഇത് മൊത്തം ഷേപ്പ് പോകും ഇതിൻ്റെ. അതുകൊണ്ട് പെൻസിൽ വെച്ച് വരച്ചെടുക്കാം ഈ സംഭവം. ഞാൻ ഫോണിൽ നോക്കിയിട്ടാണ് വരക്കുന്നത്, കാരണം എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല ഇങ്ങനെ വരക്കണ്ടേ. തെറ്റി വർത്താനം വരുമ്പോൾ തെറ്റിപ്പോകുന്നു കേട്ടോ. ഓക്കെ, എവിടെയും വെക്കണമല്ലോ, അല്ലെങ്കിൽ ഇത് തെറ്റും. ഒരു എക്സ്ട്രാ ഒരു ബുക്ക് വേണം, ഒരു ബുക്ക് ഉണ്ട് ഇവിടെ വെക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതൊന്ന് വരച്ചെടുക്കട്ടെ കേട്ടോ. സംഭവം ഓഫാക്കുന്ന വരച്ചെടുക്കട്ടെ, എനിക്ക് കാണാം. വരച്ചത് മൊത്തം ഫ്ലോപ്പായിപ്പോയി. ഇപ്പോൾ ഒന്നുകൂടി വരക്കുന്നതാണ് ഞാൻ. സ്കെയിൽ എടുക്കട്ടെ, എനിക്ക് വരക്കാം. എൻ്റെ കാല് വേദന, തമാശ ഗൈസ്, കാല് വേദന വരാണ്ട് കുറേ നേരം കുനിഞ്ഞിരിക്കുന്നു ഞാൻ. സ്കെയിൽ സ്കെയില്. ഓക്കെ, ഇതങ്ങനെ വരച്ച് കഴിഞ്ഞ് കാണാം എന്തായാലും. അപ്പോൾ ഇത് ഗൈസ് വരണ്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പണിയും കൂടിയുണ്ട്, എന്ന് വെച്ചാൽ വട്ടം വരയില്ല, ഐഫോണിൻ്റെ ക്യാമറ വരക്കൽ. അതിന് നമുക്ക് കോമ്പസ് ആവശ്യമുണ്ട്, കാരണം കൈ കൊണ്ട് എന്തായാലും ആവില്ല. കുറച്ച് വൃത്തിയിലൊക്കെ ആണെങ്കിൽ ഞങ്ങളെ വേർത്ത് കുളിക്കുന്നത്, കാരണം ഫാൻ ഇട്ടിട്ടില്ല, കാരണം ഫാൻ്റെ സൗണ്ട് കേൾക്കില്ല, നമ്മൾ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഫാനിൻ്റെ സൗണ്ട് കൊണ്ട് കേൾക്കില്ല ആണ്. ഇത് വരച്ചെടുക്കാൻ പറ്റും നമുക്ക് തോന്നുന്നില്ല, കാരണം കുഞ്ഞിതല്ലേ ക്യാമറ അല്ലേ, അപ്പം ഐറ്റം ഇതൊന്നും കഴിക്കാൻ പറ്റും തോന്നുന്നില്ല. അപ്പം നോക്കട്ടെ, ഞാൻ വരക്കാൻ പറ്റുമോ ഇല്ലയോ, നെക്സ്റ്റ് കോമ്പസ് റെഡിയാക്കട്ടെ. ഓക്കെ, അപ്പോൾ മാക്സിൽ എന്തോ വരക്കുന്ന വരിയായി കോമേഴ്സിൽ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതോ ആവുന്നില്ല കേട്ടോ, സാധനം ആവുന്നില്ല. കുറച്ചും കൂടി കൂർമ്മയുള്ള ഇത് വേണം പെൻസിൽ. ജസ്റ്റ് ഒന്ന് വീർപ്പിച്ചെടുക്കാം. ഓക്കെ, കട്ടർ ഇതാ കുറച്ച് ഷേപ്പിലാക്കി എടുക്കാം, കാരണം ഇത് നീളമില്ല പെൻസിലിന്, നീളമില്ല, ഇത് കൂർമ്മയില്ല. ഓക്കെ, അപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇതാക്കാം. ഇവിടെ എൻ്റെ ബെഡൊക്കെ മൊത്തം അലങ്കോലായിട്ടുണ്ട്, അപ്പോൾ മൊത്തം ഞാൻ തന്നെ വൃത്തിയാക്കണം. ഓക്കെ, വെറുതെ വേണ്ടാത്ത പണിക്ക് നിന്നിട്ട് ഇപ്പോൾ നടക്കുമോ എന്ന് തന്നെ അറിയില്ല. ഓക്കെ, ജസ്റ്റ് ഇതാക്കിയെടുക്കാം, ഷേപ്പിലാക്കിയെടുക്കാം. ഓ, ഇത് വളഞ്ഞു പോകുന്നു കേട്ടോ ഗായ്സ്, കോമ്പസിന് ഭയങ്കര ലൂസാണ്. ഇത് നടക്കുമെന്നൊക്കെ തോന്നുന്നില്ല, കാരണം കോമ്പസ് നിൽക്കുന്നില്ല കേട്ടോ സ്ഥലത്ത്. കുറച്ച് കഷ്ടപ്പാടാണ് ഈ ചെറിയ ഇത് വരക്കാൻ, കഷ്ടപ്പാട് തന്നെയാണ്, കഷ്ടപ്പാടിൻ്റെ കുമ്പാരായി. ഈ പെൻസിൽ ഊരിക്കളിക്കുന്നുണ്ട്, സാധനം ഊരിക്കളിക്കുന്നത് ഈ ഐഫോണിൻ്റെ ഇത് സംഭവം. എൻ്റെ ക്യാമറ എന്തായാലും കോളാക്കി, അതിൽ ഉറപ്പ് ആയി. ഇല്ല, കോലം കണ്ടാലും ചിരിക്കുമെന്ന് അറിയില്ല ഇനി.
മൊത്തം പോയി, എല്ലാം മായച്ചോ. റബ്ബർ ഇല്ല മായ്ക്കാൻ. റബ്ബർ ഇതിൻ്റെ ബാക്കിൽ. ഓക്കെ, എന്തായാലും കൈ കൊണ്ട് തന്നെ വരച്ചെടുക്കാം, വേറെ രക്ഷയില്ല. ഞാൻ വിചാരിച്ച് കുറച്ചും കൂടി വൃത്തി കിട്ടണമെങ്കിൽ കൈ കൊണ്ട് വരക്കണ്ട, ജസ്റ്റ് ഇതിനെ കൊണ്ടങ്ങ് വരക്കാം. കൈ കൊണ്ട് സൂക്ഷിച്ചങ്ങ് വരക്കാം, വളഞ്ഞു പോവാണ്ട് ശ്രദ്ധിച്ചങ്ങ് വരക്കാം. ഓക്കെ, ഒരു റൗണ്ട് ആയിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട്. അത് 15 മിനിറ്റായി വീഡിയോ. ഈ ഐഫോണൊന്നും വായിച്ചാൽ എനിക്ക് ശീലമില്ല, അങ്ങനത്തെ പണിക്കൊന്നും നിൽക്കലുമില്ല. അപ്പോൾ ഇത് എല്ലാവരും ഇപ്പോൾ ഉണ്ടാക്കുന്ന കാണലുണ്ട്, അതുകൊണ്ട് ഞാനും ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കാൻ വിചാരിച്ച്. ഓക്കെ, അപ്പം നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇതിൻ്റെ നേരത്തെ തന്നെ കിട്ടണമല്ലോ ലൈന്. ഇത് ലൈന് വളഞ്ഞു പോകുന്നു ഞാൻ വരക്കുന്നത്. അല്ല, ഓട്ട പെൻസിൽ എന്ന് പറയുന്നത് ക്യാമറൻ്റെ. ഇതെന്തായാലും ഫ്ലോപ്പായി എന്നൊക്കെ തോന്നുന്നത്, കാരണം ഇത് പരേക്ക് കിട്ടുന്നില്ല കേട്ടോ സംഭവം. ഇതിൻ്റെ അതേ രീതി കിട്ടുന്നില്ല. എന്താ പറയുന്നത്, കോമ്പസ് കൊണ്ട് വരക്കുന്നതാണെങ്കിൽ കറക്റ്റ് അങ്ങ് കിട്ടും, കറക്റ്റ് ഷേപ്പിലും വണ്ണത്തിലും എല്ലാത്തിലും. അപ്പം എന്തോ ഒരു പോലെ അതിനുണ്ട്. എന്തായാലും തൽക്കാലം ഇങ്ങനെ രമ്മായി അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റത്തെ ക്യാമറ. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇതാ ഐഫോണിൻ്റെ ക്യാമറ ഇത്രയും വശെടുത്തിട്ടുണ്ട്. അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ചെറിയ 2 ക്യാമറ ഉണ്ട്, അതൊന്ന് വരച്ചെടുക്കാം നമുക്ക്, ടോർച്ച് പോലത്തെ. പിന്നെ 2 ഒരു കുത്തും കാണുന്നുണ്ട് ഇവിടെ നൈറ്റ്, അതും വരച്ചെടുക്കുക. അടിയിലും ഒരു വരച്ചെടുക്കുക. ഓക്കെ, അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ സാധനം ഇവിടെ റെഡിയായി പകുതി. പറയുന്നത് ഓട്ടമാണ് വരുന്നത്, നടക്കട്ടെ. ഇനി നമുക്ക് കളറിങ് കൊടുക്കാം. ഇനി ആപ്പിൾ വരക്കണം, അതാണ് ഗൈസ് പണി. ഈ ആപ്പിൾ എങ്ങനെ വരക്കുന്നുണ്ടല്ല, കാരണം ഭയങ്കര ടഫാണ് കടിച്ച ആപ്പിൾ വരക്കാൻ. സാധാരണ ആപ്പിളാണ് കുഴപ്പമില്ലേനും, ഇത് ലൈന് വളഞ്ഞു പോകുന്നൊരു സംശയം. ഓക്കെ, കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആപ്പിളിൻ്റെ, എന്നാലും ഫുള്ളൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ ഗൈസ്, സംഭവം നോക്ക് ഗൈസ്, ആപ്പിൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. അതുതന്നെ ഭയങ്കര അതിശയം എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ഒരു സംഭവമില്ലേ ഇങ്ങനെയുള്ള. ഓക്കെ ഗൈസ്, കുറച്ച് കിട്ടി ആപ്പിൾ, ഇതുണ്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കളർ കൊടുത്താൽ തിരിയും. ഇനി കളറിങ്ങിലാണ് ഞാൻ പെടുന്നത്, കാരണം ഇത് കളർ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഈ ഫോൺ ഓഫായി പോകുന്നുണ്ട്, തൽക്കാലം ഓഫാക്കി ഫോൺ. ഓക്കെ, നമുക്ക് കളറിങ് എടുക്കാം. കളറിങ്ങിൽ തെറ്റിപ്പോകാണ്ട് നമ്മൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇത് മുറിഞ്ഞു പോയി, കളർ മുറിഞ്ഞു പോയി കേട്ടോ, കാരണം കുറേ ഉപയോഗിക്കാത്ത കളർ. ഇത് സ്കെച്ച് ഉണ്ട്, കറക്റ്റ് കിട്ടുവനും, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ക്രയോൺ വെച്ചിട്ട്. അതിക്കില്ലേ, നമുക്കൊന്നും തിരിയുന്നില്ല. ഇതിൻ്റെ ഫോട്ടോ മര്യാദയ്ക്ക് നോക്കിയാൽ നമുക്ക് തിരുള്ളൂ, അല്ലെങ്കിൽ ക്യാമറൻ്റെ ഉള്ളിൽ കറുപ്പെല്ലാം അടിക്കേണ്ടത്, അതിനുള്ളിൽ നമ്മൾ വേറെ ഒന്നും അടിക്കും പോയിട്ട്. അതുകൊണ്ട് ഫോട്ടോ നോക്കിയിട്ട് വരക്കാം. ആ കാല് വേണം എനിക്ക് ഇങ്ങനെ നീട്ടി. ഇതിൻ്റെ ഹാങ് വരുന്നില്ല കേട്ടോ സാധനം, ടച്ച് വർക്കാൻ വരുന്നു മര്യാദയ്ക്ക്. ഓക്കെ, ഇപ്പോൾ ഒന്നും വർക്കാവുന്നില്ല, ഫോണിന് വർക്കാവുന്നില്ല മര്യാദയ്ക്ക്. ഓക്കെ, നമുക്ക് ഇപ്പം ഐഫോണിൻ്റെ ഇതിനുള്ളിലെല്ലാം കളർ തന്നെ കൊടുക്കണം. ഓക്കെ, നമുക്ക് ഫുള്ളും കളർ തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. ഇപ്പം വേറെ കളർ അടിച്ചെടുക്കുക. ഓക്കെ ഗൈസ്, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം, ഇപ്പം തന്നെ കാണിച്ചു തരാം, ട്രെയിൽ പോയി കളിയും രസമുണ്ടല്ലോ കാണാൻ. അതുകൊണ്ട് ലാസ്റ്റ് ഇതാക്കാം. മൊത്തം കളർ തന്നെയാണ്, ക്യാമറയുടെ ഉള്ളിൽ മാത്രം വേറെ കളറ്, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അതിൽ ഒരു ക്യാമറയുടെ ഉള്ളിൽ വളരെ ഒരു കറുപ്പുമാണ്. അപ്പോൾ ക്യാമറയുടെ ഉള്ളിലൊന്നും ഈ കളർ അടിക്കാണ്ട് ശ്രദ്ധിക്കാം. നടക്കുമോയെന്ന് അറിയില്ല കേട്ടോ എനിക്ക്. നമുക്ക് ലാസ്റ്റ് ഒന്നും വേണം ഒരു വാട്ടർ കളർ വെച്ച് ജസ്റ്റ് ഒന്ന് തടവാം. നോക്കട്ടെ, ഇത് റിയലിറ്റി ആക്കി എടുക്കണം നമുക്ക് എങ്ങനെയെങ്കിലും, മാക്സിമം നോക്കട്ടെ ഞാൻ. ഇപ്പോൾ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യാൻ വയ്യോ. എന്താ പറയുക, പെൻസിൽ എന്താ ഇപ്പോൾ ഏതാ കളർ പെൻസിൽ അതില്ല. അതുപോലെ സ്കെച്ചില്ല, സ്കെച്ചെല്ലാം ഉണ്ടെങ്കിൽ കറക്റ്റ് ഓറഞ്ച് സ്കെച്ചുണ്ട്, പക്ഷേ മഷിയില്ല. അത് കാണിച്ചില്ലായിരുന്നു സ്കെച്ച് ചെയ്യാൻ, അതിൽ മഷിയില്ല, അല്ലെങ്കിൽ അത് കൊടുത്താൽ മതിയാനും. ഓക്കെ, ഇത് ഫ്ലോപ്പായി നമുക്ക് നല്ല തോന്നുന്നുണ്ട്, കാരണം ഇതാ
കളർ കിട്ടുന്നില്ല കേട്ടോ മര്യാദയ്ക്ക്. അങ്ങനെ പൊട്ടിപ്പോകുന്ന കളർ പൊട്ടിച്ചെടുത്താൽ തരും. ഇതിൻ്റെ തോലെല്ലാം കഴിച്ചറിയാം. കളർ വാങ്ങണം പുതിയ ഇതെല്ലാം പോയി കളറല്ലോ. ഓക്കെ ഇത് ലാസ്റ്റ് ഒന്നും കൂടി ഇപ്പോൾ ലെവലാക്കി എടുക്കണം സാധനം. ഫസ്റ്റ് നമുക്ക് ഇവിടെ ക്യാമറൻ്റെ ഭാഗത്തിലൊന്നും അടിച്ചെടുക്കുക. കാരണം ഇത് ഞാൻ അപ്പോൾ സ്പീഡിൽ അടിക്കുമ്പം ക്യാമറയുള്ള ടൈപ്പ് ആയിക്കാണ് കഴിഞ്ഞ് പിന്നെ എല്ലാം കോളാവും. പിന്നെ കുഞ്ഞൻ വരച്ച പോലെ ഉണ്ടാവും. അതുകൊണ്ട് ലാസ്റ്റ് കളർ അടിച്ചിട്ട് കാണാം. 20 മിനിറ്റായി വീഡിയോ. നമുക്ക് കളർ അടിച്ചിട്ട് കാണാം. ഗൈസ് ഇത് കണ്ടാൽ നിങ്ങൾ ചിരിക്കും കേട്ടോ. കാരണം ഒരു രസം ഇപ്പോൾ കാണാൻ എല്ലാം കൂടി മറ്റേ LKG കുഞ്ഞൻ വരച്ച പോലെ ആയിട്ടുണ്ട്. എന്നാൽ ഗൈസ് ഞാൻ പറയണ്ടേ, നമുക്ക് കാർഡ്ബോർഡ് കൊണ്ട് നല്ല ഉണ്ടാക്കണം. അപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം ഇത് വെച്ചിട്ട്. ഒന്നുമില്ല, വെറുതെ ഉണ്ടാക്കുന്നതാണ്. വെറുതെ ഇങ്ങനെ. ഓക്കെ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കണ്ടാൽ നിങ്ങൾ തിരിയും. എൻ്റെ പശയൊക്കെ വന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒട്ടിച്ച പശയുടെ പകുതി കളി തുടങ്ങിയിട്ടുണ്ട്. അതാ പറഞ്ഞത് ഈ പശ കൊണ്ട് ഒട്ടിച്ചിട്ട് കാര്യമില്ലെന്ന്. ഇത് ലാസ്റ്റ് ഒന്നും കൂടി ഒട്ടിക്കണം. കാരണം കുറച്ച് സ്ട്രോങ്ങിന് ഓടിച്ചാണ് പിന്നെയുള്ള പേപ്പർ വെച്ചത്. അല്ലെങ്കിൽ അത് മൊത്തം ഇതാവും. പിന്നെയും നല്ല കട്ടി നല്ല അമർത്തി അങ്ങ് അടിച്ചറിയാം. അമർത്തി അടിക്കുമ്പോൾ പിന്നെ അത് കുറച്ചും കൂടി ഇതായി കിട്ടും. അപ്പം കുറച്ച് കട്ടി വന്നിട്ടുണ്ട്. കറക്റ്റ് അതിൻ്റെ രീതിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. സാധനം മൊത്തം കോളായിട്ടാണ് കിട്ടുന്നത്. ഓക്കെ ഇവിടെ ഈ ഭാഗം നല്ല കട്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നടുഭാഗം നമുക്ക് കട്ടിയാക്കി എടുക്കണം. അടിച്ചടിച്ച് തയ്പ്പിച്ചല്ലേ മൊത്തം. തയ്യുന്ന നേരം നമുക്ക് അടിച്ചുകൊണ്ടിരിക്കാം കളറ്. ഓക്കെ നമ്മൾ ക്രയോണുള്ള പകുതി വീരാനായി. ലാസ്റ്റ് കാണണം നിങ്ങൾ ചിരിക്കും കണ്ടാൽ. എനിക്ക് രസമില്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ ഗൈസ്. ആ ഒരു രസമില്ലാന്ന് പറയരുത്, എല്ലാവരും രസമുണ്ടെന്ന് പറയാം. ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ല പറഞ്ഞാൽ മതി. ഓക്കെ പക്ഷേ എത്രയും നേരം ഇപ്പോൾ 1 മണിക്കൂറിനടുത്തായി എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ കട്ടാക്കിയിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ 22 മിനിറ്റിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ 30 മിനിറ്റിന് മേലെ പോയിട്ടുണ്ടാവും. ഓക്കെ കാരണം ഇത് കളറടിക്കുന്നതും മുറിക്കുന്നതെല്ലാം കാണിച്ചിട്ടാണ് ഈ വീഡിയോ സ്റ്റോറേജ് ഫുള്ളായിട്ട് താനെ ഓഫായി പോകും വീഡിയോ. ഓക്കെ അപ്പോൾ ഇതാ 22 മിനിറ്റ്. നമുക്ക് വേഗം തന്നെ ഇത് കളറടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് പോയി പശ പോയി കേട്ടോ. അടിയത്തെ ഇത് വലിഞ്ഞു പോകുന്നു കേട്ടോ. അടിക്കും അപ്പാട് ഒരു ഭാഗം റെഡി ആയിട്ടുള്ളൂ. ഇതിലായിട്ട് ബാക്ക് റെഡി ആയിട്ടുള്ളൂ. മുമ്പിൽ കുറേ റെഡി ആക്കാനുണ്ട്. മുമ്പിലൊന്നുമില്ല. നമുക്കതെങ്കിലും എഴുതിയിട്ട് സമയമാണെന്ന് കൊടുത്താൽ മതി. ഓക്കെ കുറച്ചെല്ലാം ആയി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ചെല്ലാം ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു കാർബോർഡിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെക്കാം പേപ്പർ. ഐഫോണിൻ്റെ പേപ്പറിൽ വാങ്ങാൻ കിട്ടുമെങ്കിൽ ബാക്കിലുള്ള പേപ്പർ വാങ്ങാൻ കിട്ടുമെങ്കിൽ കാർബോർഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒട്ടിച്ചാൽ പോരെ. ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഓക്കെ ഇപ്പം ഐഫോൺ 17 പോലെ കവറുണ്ട്. കവർ എടുത്തിട്ട് വേറെ ഐഫോൺ മറ്റേ 16 മോഡലിടാം നമുക്ക്. എന്നാൽ ഐഫോൺ 17 പോലെ തന്നെ ഉണ്ടാവും കാണാൻ. നല്ല ഫുഡ് കവർ ഇറങ്ങിയിട്ടുണ്ട് ഐഫോൺ 17ൻ്റെ. എല്ലാം നല്ല പൈസ വരും കവറിന്. അപ്പോൾ ഞാൻ ക്യാമറ മൊത്തം കോളായി. ക്യാമറ നമുക്ക് ചിരി വരുന്നു കേട്ടോ ഐഫോണിൻ്റെ. കാരണം ക്യാമറ കാർബോർഡ് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ വീഡിയോ കട്ടാക്കി തരും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്തെടുക്കണം ഇപ്പം തന്നെ. ക്യാമറൻ്റെ ഭാഗത്ത് നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ആടെ പുറത്തേക്കാകുന്നു കളറ്. മറ്റേ ഓറഞ്ച് കളർ ഉള്ളിലും കറുപ്പ് കളർ പുറത്തുമാകുന്നു. ആ പ്രശ്നം. എൻ്റെ കൈ പോയി കിട്ടുന്നുണ്ട്. കൈയും കാലം ഫുള്ള് ഞാൻ എനിക്ക് ഇത്രയും നേരത്തെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും കാക്കിയെടുത്തത് ഞാൻ. വലിയ രസമൊന്നുമില്ല കാണാൻ. ഓക്കെ നമുക്ക് ഞാൻ ചെയ്തെടുക്കാം. ഇവിടെ അങ്ങനെ വെള്ള കളർ പോകുന്നിടത്തെല്ലാം ഫുള്ള് ഇതാക്കണം. ആ പറയുന്നത് കുറച്ച് ടൈം എടുക്കും ഇതാക്കി എടുക്കാനെന്ന്. ഞാൻ മൊത്തം കടടിച്ചിട്ട് കാണാം കേട്ടോ. അപ്പം ഗൈസ് നമ്മുടെ ഐഫോൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 3, 2, 1 ഗോ. ഗൈസ് ഇതിവിടെ വരണ്ട് എന്ന് തന്നെ തിരിയുന്നില്ല കേട്ടോ. അങ്ങനത്തെ പോലെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് കാണിച്ചു തരാം. കണ്ടോ ഇതൊക്കെ ഒന്ന് കളർ കൊടുത്ത് റെഡിയാക്കണം. ഫോൺ തുറന്നപാട് ഇവിടെ സമയം കാണിക്കും. പിന്നെ മേലത്തെ സംഭവം പിന്നെ നമ്മളെ ഓരോരോ ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് അങ്ങനത്തെ യൂട്യൂബിൻ്റെ ഒക്കെ കാണിക്കില്ല നോട്ടിഫിക്കേഷൻ. പിന്നെ അടിയിലിട്ട് സംഭവം ഇങ്ങനെ ആക്കുന്നത്. അപ്പം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാക്കാനിപ്പം 1.5 മണിക്കൂർ എടുത്ത്. ഇപ്പോൾ ഞാൻ വീഡിയോ ഓഫ് ആക്കിയിട്ട് കുറേ നേരമായി. അപ്പോൾ ഇതാ 24 മിനിറ്റ് ആയിട്ടുള്ളൂ. 50 മിനിറ്റിലാണ് കഴിയേണ്ട. 1 മണിക്കൂറിൻ്റെ അടുത്ത് ആകാനായിക്കുണ്ടാവും വീഡിയോ. ഓക്കെ അപ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ വീഡിയോ. ഞാൻ ആപ്പിളൊന്നും കൂടി റെഡി ആക്കട്ടെ. ആപ്പിൾ റെഡി ആയിട്ടില്ല. കാരണം ഞാൻ കളർ കൊടുത്തിട്ട് ഫുള്ള് മങ്ങിപ്പോയിട്ടുണ്ട്. കറക്റ്റ് ഒരാൾ പെട്ടെന്ന് കാണുമ്പോൾ തിരിയണം ഐഫോണാന്ന്. അങ്ങനത്തെ രീതി കൊടുക്കണം. പിന്നെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്. കാരണം കുറേ നേരം കയറിയിട്ടുള്ളൂ ഞാൻ റൂമിൽ കയറിയിട്ട്.
അപ്പം ഇവരോടൊക്കെ ഇത് ചെയ്യാൻ വേണ്ടി കയറി തന്നെയാണ്. അപ്പോൾ ഇതാ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇതിൻ്റെ ലൈനൊന്നും കാണുന്നില്ല കേട്ടോ, ലൈൻ വരച്ചിട്ടുണ്ട്, അത് കാണുന്നില്ല. ഞാൻ വേറെ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും. അപ്പോൾ വീഡിയോ കാണാം. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും, പിന്നെ കമൻറ്റ് ചെയ്യും, ഒക്കെ എല്ലാം ചെയ്യും. സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്കും ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പം ബായ്. ഇവിടുത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ആയതുണ്ട് ഈ ഒരു സാധനം ഉണ്ടാക്കട്ടെ വെച്ചാൽ. അപ്പോൾ നമ്മൾ കാർബോർഡ് വെച്ചുണ്ടാക്കുമ്പോൾ എത്ര നേരം എടുക്കും? ഞാൻ ഇപ്പോൾ എണീക്കുന്നുണ്ട്, മുട്ടലെന്ത് വായിച്ചാണുള്ളത്. പുതിയൊരു കാണാം. ബായ്.